ഹലോ ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ റെസിപ്പിയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള എഗ്ഗ് പപ്സിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീട്ടിലോട്ടൊക്കെ പോകുന്നതിന് മുമ്പ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പോളം ഞാൻ മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള മൈദ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2-3 ടീസ്പൂണ് ഓയിലും ചേർത്തിട്ട് ഇത് ഇളം ചൂടുവെള്ളത്തിൽ നിന്ന് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു ചപ്പാത്തിക്ക് പൂരിക്കല് നമ്മൾ കുഴച്ചെടുക്കുന്നില്ലേ, അതുപോലെ ഇതൊന്ന് മയത്തിലൊന്ന് കുഴച്ചെടുക്കുക. വെച്ചിട്ട് ഇതൊരു അരമണിക്കൂറോളം ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിലേക്കൊരു മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ മസാല തയ്യാറാക്കുന്നതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. നമ്മൾ സാധാ പപ്സിനൊക്കെ തയ്യാറാക്കുന്ന പോലത്തെ മസാല തയ്യാറാക്കുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 കോഴിമുട്ട പിഴിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഈ ഒരു മസാലൻ്റെ വാട്ടുന്നതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വീഡിയോയിൽ. അപ്പോൾ നമ്മൾ സാധാ സമൂസെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ മസാല തയ്യാറാക്കുന്നില്ലേ, അതേ ലെവൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ സമൂസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മറ്റേ ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് മുട്ട എടുക്കുക. ബാക്കി മസാല തയ്യാറാക്കുന്നതെല്ലാം ആ ഒരു ലെവൽ തന്നെയാണ് കേട്ടോ. എന്നിട്ട് അതിന് ശേഷം ഇതിങ്ങനെ ഓരോ ബൗൾസാക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ റൗണ്ടിലൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നില്ലേ, അതുപോലെ ഒന്ന് നൈസായിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിന് 2 സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്തിട്ട് 2 ഭാഗമാക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒന്നിൻ്റെ മുകളിലായിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് മുട്ടയും കൂടി വെച്ച് കൊടുക്കുക. മസാല ഇട്ടിട്ട് നമ്മൾ അതൊന്ന് ലെവലാക്കി കൊടുത്തിട്ട് ഇതുപോലെ മുട്ട വെച്ച് കൊടുക്കുക. ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. ഇങ്ങനത്തെ പപ്സൊക്കെ നമ്മളെ തട്ട് കടയിൽ നിന്നെല്ലാം കിട്ടുന്നുണ്ട് തോന്നുന്നു അല്ലേ, ബേക്കറിയിൽ ഇല്ല തോന്നുന്നു. ഇപ്പം തട്ട് കടയിലെല്ലാം ഉണ്ട് തോന്നുന്നു. ബേക്കറിൻ്റെതായത് എനിക്കറിയില്ല, തട്ട് കടയിലുണ്ട്. നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പപ്സാണ്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടിയും നല്ലത് ഇതുപോലെ നമുക്ക് വീട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ല ബെസ്റ്റ്. ആരെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്ത ശേഷം ഇതുപോലെ എണ്ണ ചൂടാക്കുക. എണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പം ഈ റെസിപ്പിയൊക്കെ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ്. നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കഴിക്കാനെല്ലാം നല്ലതാണ്. നമുക്ക് പുറത്തുനിന്ന് എണ്ണക്കടിയൊക്കെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. പുറത്ത് വാങ്ങുന്നതിനെക്കാട്ടി അപേക്ഷിച്ച് വീട്ടിലുണ്ടാക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ പുറത്തുനിന്ന് ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് കിട്ടുന്നില്ല നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് പോലെ. എണ്ണക്കടിയെല്ലാം നല്ല ബെസ്റ്റ് വീട്ടിൽ തന്നെയാണ് കേട്ടോ. മറ്റുള്ളത് പിന്നെ ഒപ്പിക്കുക.
അപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഇത് പറയാൻ കാരണം നമ്മൾ ഇതിനിടയ്ക്ക് കാലിക്കറ്റിൽ പോയരോ പിന്നെ ചായ കുടിക്കട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ കോഴിക്കോടിൽ എത്തിയിട്ട് അങ്ങോട്ടൊന്നും കുടിക്കാമെന്ന് വിചാരിച്ചത്, കുറച്ച് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കോഴിക്കോട് എത്തുന്ന മുമ്പേ വരെ തട്ടുകട അതൊക്കെ ഉണ്ട്. എത്തിക്കഴിഞ്ഞാൽ തട്ടുകടയും ഇല്ല. പിന്നെ ഇത് റെസ്റ്റോറൻറ്റിലായിട്ട് കയറ്റി നമുക്ക് 2 കടി കിട്ടിയിരുന്നു. എൻ്റെ റബ്ബേ ഒരു കോണവും ഇല്ല. ഞാൻ പറയുന്നു പിന്നെ എണ്ണക്കടിൻ്റെ കാര്യത്തിലെല്ലാം നല്ലത് നമ്മളെ കണ്ണൂർ തന്നെയാണ്. വെറുതെ അല്ല അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞാൽ നമുക്കൊരു ടേസ്റ്റും ഉണ്ടായിട്ടില്ലേ. അപ്പോൾ ഇതാ പിന്നെ ഞാൻ കുറച്ച് വെച്ചൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേർതിരിച്ചിട്ട് അതാത് സ്ഥാനത്തൊന്ന് കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചാൽ പിന്നെ കുറച്ച് ടൈം ഇതിനായിട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ പിന്നെ ഞാൻ പുറത്തുനിന്ന് ആദ്യം ഒന്ന് വേർതിരിച്ചിട്ട് പിന്നെ ഇതിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൻ്റെ ഇങ്ങനെ ഡോർ തുറന്ന് വെക്കും. അപ്പോൾ കുറേ പിന്നെ ടൈം അതങ്ങനെ വെറുതെ ഇങ്ങനെ ഓണായിക്കൊണ്ടിരിക്കും. അപ്പോൾ അതും ഇതൊക്കെ ചെയ്ത ശേഷമാണ് പിന്നെ ഇതായൊരു ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുക. പിന്നെന്ന് വെച്ചാൽ പിന്നെ ഞാൻ പിന്നെ മല്ലിയില, പുതിന ഇല എല്ലാം പിന്നെ ഇങ്ങനെ ഒരു ബോക്സിൽ ആക്കിയിട്ട് പിന്നെ വെക്കുക ചെയ്യുക. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കും. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 2 ആഴ്ച വരെല്ലാം കിട്ടും കേട്ടോ. അങ്ങനെ വാടിപ്പോവൊന്നും ചെയ്യില്ല. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പിന്നെ കുറച്ച് സ്പ്രിങ് ഓണിയൻ ഉണ്ട്. പിന്നെ ഇത് നമുക്ക് അധികം ഇവിടുന്ന് അങ്ങനെ കിട്ടൽ കുറവാണ്. നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടൽ കുറച്ച് കുറവാണ്. അപ്പോൾ ഇതൊക്കെ ഞാനിതാ ഇങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുകയില്ല. ഇങ്ങനെ ഒരു ബോക്സിലാക്കിയിട്ട്. അപ്പോൾ പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതൊക്കെ നമ്മൾ പിന്നെ ഇലാക്കി വെച്ച തട്ടൊക്കെ ഇതാ ഇങ്ങനെ ക്ലീൻ ചെയ്യലാന്ന്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഈവനിങ്ങിലെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഈവനിങ്ങിലെ കുറച്ച് വിശേഷങ്ങൾ മാത്രമേ ഈ വീഡിയോയിലുള്ളൂ. അതുപോലെ റെസിപ്പി ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.